റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകി പോകണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഓട നിർമ്മിക്കുക. എന്നാൽ ഓട നിർമ്മിക്കാൻ ചെലവ് കൂടിയാൽ പിന്നെ എന്താണ് ചെയ്യുക? പുതിയ ഐഡിയ ഉപയോഗിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കാരക്കാമണ്ഡപത്ത് ഒരു റോഡിൽ. പക്ഷേ റോഡ് വന്നതോടെ പല വീട്ടുകാർക്കും വീട്ടിൽ കയറാൻ കഴിയുന്നില്ല എന്നതുകൂടിയുണ്ട്. തകർന്നു കിടക്കുന്ന റോഡാണിത്. കാരക്കാമണ്ഡപം മേലാങ്കോട് റോഡ്. ഈ റോഡിൽ നടുവത്ത് ജംഗ്ഷനോട് ചേർന്നാണ് പുതിയ പരീക്ഷണം. റോഡിന്റെ ഒരു വശത്തായി നിരന്തരമായി വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇത് പരിഹരിക്കാൻ ഓട നിർമ്മിക്കുന്നതിന് പകരം റോഡങ്ങ് കുഴിച്ചു. പക്ഷേ കുഴിച്ചു വന്നതോടെ ഇതായി അവസ്ഥ. വീട്ടിൽ നിന്ന് ആളുകൾക്ക് ഇറങ്ങാനും വണ്ടി ഇറക്കാനും സാധിക്കാതെ വരുമെന്നാണ് പരാതി. ഓട പണിയുമെന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷെ അവർ റോഡ് ഫുള്ളായിട്ട് ലെവൽ മാറ്റി. 2 അടിയോളം റോഡ് താന്നിട്ടുണ്ട്. അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞാലും നമുക്ക് വീട്ടിൻ്റെ അകത്തുനിന്ന് സ്ലോപ്പ് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പം വളരെയേറെ ബുദ്ധിമുട്ടില്ല. വീട്ടിൽ നിന്ന് വെളിയിറങ്ങാൻ നിവർത്തില്ല. ഇത് കണ്ടില്ലേ എങ്ങനെ ഇറങ്ങും നമ്മൾ? അതുപോലെ ഒരു വല്ലാത്തൊരു ദുഃഖമല്ലേ ഈ രോഗികൾ. ഇതെല്ലാം ഇതും സൂക്കേട് പിടിച്ചിരിക്കണതാണ്. അസുഖമൊക്കെ ഉള്ളവരാണ്. ഞാൻ ഒരു പേഷ്യൻ്റാണ് സ്ഥിരമായിട്ട്. അപ്പോൾ പെട്ടെന്നൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പോകണ്ടേ? അതിനുള്ള സൗകര്യം ആവണം, അത്രയേ ഉള്ളൂ. കോർപ്പറേഷന്റെ അധീനതയിലുള്ള റോഡ് നെയ്യാറ്റിൻകര PWDയുടെ നേതൃത്വത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതേസമയം ഈ റോഡിൽ ഓട നിർമ്മാണം സാധ്യമല്ലാത്തതിനാലാണ് റോഡിന്റെ ഉയരം കുറച്ച് വെള്ളം ഒഴുക്കി വിടുന്നത് എന്നാണ് PWD അധികൃതരുടെ വിശദീകരണം. നിലവിലെ പ്രശ്നത്തിന് സ്ലോപ്പ് കെട്ടിക്കൊണ്ട് പരിഹാരം കാണുമെന്നും PWD വ്യക്തമാക്കുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.